പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതായത് രാജ ആ ട്രീ കുലുക്കില്ലേ, രാജ ഷുക്ക് ദി ട്രീ. ദെൻ വാട്ട് ഹാപ്പൻ, എന്താ സംഭവിച്ചത്? ഗ്രാൻഡ് ഫാദർ ആൻഡ് രാജ ഗോട്ട് എ ഗുഡ് ഷവർ, രണ്ടുപേർക്കും നല്ലൊരു ഷവർ കിട്ടി. ദെൻ ഗ്രാൻഡ് ഫാദർ ബിക്കെയിം ആംഗ്രി അല്ലേ, ഗ്രാൻഡ് ഫാദറിന് ദേഷ്യം വന്നു. എന്നിട്ടോ എന്ത് സംഭവിച്ചത്? അവസാനം ഗ്രാൻഡ് ഫാദർ പറയുന്നുണ്ട് ഇവിടെ, എന്താണ്, ടീച്ച് മീ എ ലെസൺ വെൻ ഐ കെയിം ബാക്ക് ഹോം, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഗ്രാൻഡ് ഫാദർ പറയുന്നതായിട്ട് രാജ കേട്ടു. ഇനി ബാക്കി ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ഹോം ബിക്കോസ് ഐ ഫിയർഡ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് മീ. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദി ഫീൽഡ്സ്, ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. ഐ വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദർ അലോൺ ഇൻ ദി ഡാർക്ക്നെസ്. I remembered all the ghost stories I had heard. I stood up. I looked around and then ran towards home. രാജ പറയുന്നത് നോക്കൂ, ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ഹോം അല്ലേ, ഞാൻ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ചില്ല. കാരണം എന്താ? ബിക്കോസ് ഐ ഫിയേർഡ്, ഞാൻ ഭയപ്പെട്ടു അല്ലേ, പേടിച്ചു. എന്താ പേടിച്ചത്? ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് മീ, ഗ്രാൻഡ് ഫാദർ എന്നെ തല്ലുമോ എന്ന്, അടിക്കുമോ എന്ന് ഞാൻ പേടിച്ചു. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദി ഫീൽഡ്സ്, അതുകൊണ്ട് ഞാൻ ആ വയലുകളിൽ തന്നെ തങ്ങി നിന്നു അല്ലേ, വയലുകളിൽ നിന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്, അപ്പോൾ എന്താണ്, ഇരുട്ട് പരക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്, ഇരുട്ടിങ്ങനെ വന്നു മൂടാണ് അല്ലേ, വൈകുന്നേരം കഴിഞ്ഞു, ഇരുട്ട് മൂടാൻ തുടങ്ങി. ഐ വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദർ അലോൺ ഇൻ ദി ഡാർക്ക്നെസ്, എനിക്ക് ഒറ്റക്ക് എന്താണ് ആ അന്ധകാരത്തിൽ, ഇരുട്ടിൽ നിൽക്കാൻ എനിക്ക് പേടിയാണ്. ഐ വാസ് അഫ്രൈഡ്, ഞാൻ ഭയന്നിരുന്നു അല്ലേ, അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചിരുന്നു. ടു സ്റ്റേ, അവിടെ നിൽക്കാൻ, തങ്ങാൻ അല്ലേ, അവിടെ തങ്ങാൻ ഞാൻ പേടിച്ചു. എലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് അല്ലേ, ഇൻ ദി ഡാർക്ക്നെസ്, ആ ഇരുട്ടിൽ ഒറ്റക്ക് നിൽക്കാൻ ഞാൻ പേടിച്ചു. ഐ റിമെമ്പേർഡ് ഓൾ ദി ഗോസ്റ്റ് സ്റ്റോറീസ് ഐ ഹാഡ് ഹിയർഡ്. രാജ പറയാണ്, ഐ റിമെമ്പേർഡ് അല്ലേ, ഞാൻ ഓർമ്മിച്ചു, ഞാൻ ഓർത്തുപോയി. എന്താണ്? ഓൾ ദി ഗോസ്റ്റ് സ്റ്റോറീസ്, എല്ലാ പ്രേത കഥകളും. ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രേതാണ് കേട്ടോ. അപ്പോൾ പ്രേതത്തിൻ്റെ കഥകളൊക്കെ എന്ത് ചെയ്തു? രാജ കേട്ട. സ്റ്റോറീസ് ഐ ഹാഡ് ഹിയർഡ് അല്ലേ, രാജ മുൻപ് കേട്ടിട്ടുണ്ടായിരുന്ന ഗോസ്റ്റ് സ്റ്റോറീസ്, പ്രേതകഥകളൊക്കെ രാജയ്ക്ക് ഓർമ്മ വരും. രാജയ്ക്ക് ആകെ പേടിയായി. ഐ സ്റ്റുഡ് അപ്പ്, ലുക്ക്ഡ് എറൗണ്ട് ആൻഡ് ദെൻ റാൻ ടുവേർഡ്സ് ഹോം. അങ്ങനെ പറയാണ്, ഐ സ്റ്റുഡ് അപ്പ്, ഞാൻ എണീറ്റ് നിന്നു. ലുക്ക്ഡ് എറൗണ്ട്, അങ്ങനെ ചുറ്റും നോക്കി. ആൻഡ് ദെൻ റാൻ ടുവേർഡ്സ് ഹോം, അങ്ങനെ വീട്ടിലേക്ക് എന്ത് ചെയ്തു? ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്, ഓടുകയാണ്. രാജ പേടിച്ചിട്ട് എന്ത് ചെയ്യാണ്? വീട്ടിലേക്ക് ഓടി. ഐ വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു ഫേസ് ഗ്രാൻഡ് ഫാദർ, ഇപ്പോഴും എനിക്ക് ഗ്രാൻഡ് ഫാദറിനെ ഫേസ് ചെയ്യാൻ പേടിയാണ് അല്ലേ, ഗ്രാൻഡ് ഫാദറിനെ അഭിമുഖീകരിക്കാൻ, ഗ്രാൻഡ് ഫാദറിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പേടിയാണ്. ഗ്രാൻഡ് ഫാദറിന് ചിലപ്പോൾ അടി കിട്ടും. സോ ഐ ഡിഡ് നോട്ട് ഗോ ഇൻസൈഡ് ദി ഹൗസ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല? ഐ ഡിഡ് നോട്ട് ഗോ ഇൻസൈഡ് ദി ഹൗസ്, വീടിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. ഐ വെൻറ്റ് ടു ദി കൗ ഷെഡ്, ഞാൻ പോയത് എവിടേക്കാണ്? കൗ ഷെഡിലേക്കാണ് അല്ലേ, ആലുണ്ടായിരുന്നു, പശുവിനെ കെട്ടുന്ന ആലുണ്ടായിരുന്നു, അവിടേക്ക് പോയി. ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ദി ലോഫ്റ്റ്, അങ്ങനെ അവിടെ ആ തട്ടിൻപുറത്ത് എന്ത് ചെയ്തു? ആ ആലിൻ്റെ ഒരു തട്ടിൻപുറമുണ്ട്, അവിടെ അഭയം പ്രാപിച്ചു അല്ലേ. ടുക്ക് ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയം തേടുക അല്ലേ, അഭയം. ഫ്രം ദർ ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദി വെരാന്ത സേയിങ് ഹിസ് പ്രേയേഴ്സ്, അവിടെ നിന്ന് ഐ കുഡ് സീ, എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്താണ്? ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദി വെരാന്ത, ഗ്രാൻഡ് ഫാദർ ആ വരാന്തയിൽ ഇരിക്കുന്നുണ്ട് വീടിൻ്റെ, സേയിങ് ഹിസ് പ്രേയേഴ്സ് അല്ലേ, അദ്ദേഹം പ്രാർത്ഥനയിലാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് രാജാവിടെ കണ്ടത്. ഇനി ഇതിലെ ചില ഡിഫിക്കൽട്ട് വേർഡ്സൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. വാണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ് അർത്ഥം കേട്ടോ. അറിയാത്തവർ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിയെടുക്കുക. വാണ്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു എന്നാണ് അർത്ഥം. പിന്നെ ഫിയേഡ് അല്ലേ, പേടിച്ചു എന്നാണ് കേട്ടോ. ഫിയേഡ് എന്ന് പറഞ്ഞാൽ പേടിച്ചു. സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ താമസിക്കുക, തങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. ഫീൽഡ്സ് നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ട്. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഭയന്നു അല്ലേ, ഫിയേഡിൻ്റെ പോലെ തന്നെ അഫ്രൈഡ് ഭയന്നു. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ അന്ധകാരം അല്ലേ, ഇരുട്ട്. റിമെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഓർത്തു എന്നാണ് അർത്ഥം കേട്ടോ, ഓർക്കുക. ആൾ ദി ഗോസ്റ്റ് സ്റ്റോറീസ് അല്ലേ, എന്താ ഓർത്തത്? ഗോസ്റ്റ് സ്റ്റോറീസ് ആയിരുന്നു, പ്രേത കഥകളായിരുന്നു ഓർത്തത്. പിന്നെ എന്താ പറഞ്ഞത്? അതുപോലെ ഷെൽട്ടർ അല്ലേ, ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയം എന്നാണ് അർത്ഥം കേട്ടോ. ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറം, ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറത്തിനാണ് ലോഫ്റ്റ് എന്ന് പറയാം. പ്രേയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളാണ് കേട്ടോ. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. When I did not turn up, she looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house, grandfather said. He is hiding somewhere.
ഓക്കെ, ഇനി ഈ ഭാഗം, ഈ പാരഗ്രാഫ് കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. ഗ്രാൻഡ് മദർ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു, അല്ലെ വെയിറ്റ് ചെയ്യായിരുന്നു, രാജയെ കാത്തു നിൽക്കുകയായിരുന്നു. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ് ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ ഇൻ ദി ഹൗസ്. ഞാൻ തിരിച്ചെത്താതിരുന്നപ്പോൾ, വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ്, അല്ലേ തിരിച്ച് ചെല്ലാതിരുന്നപ്പോൾ എന്ത് ചെയ്തു, അവരെന്നെ എല്ലായിടത്തും നോക്കി. ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ, അല്ലേ എല്ലായിടത്തും എന്ത് ചെയ്തു, വീട്ടിലെല്ലായിടത്തും നോക്കി, ഇൻ ദി ഹൗസ്. ദെൻ ഷീ കെയിം ഔട്ട്, അങ്ങനെ അവർ പുറത്തേക്ക് വന്നു. ആൻഡ് കോൾഡ് അലൗഡ് ഫോർ മീ, എനിക്ക് വേണ്ടി ഉച്ചത്തിൽ വിളിക്കുകയാണ്, രാജ രാജ എന്ന് വിളിക്കുകയാണ്, ഉച്ചത്തിൽ വിളിക്കുകയാണ്. തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവർ ഇൻ ദി ഗാർഡൻ, ഞാൻ ആ ഗാർഡനിൽ എവിടെയോ ഉണ്ട് എന്ന് കരുതിയിട്ട്, സംവർ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയോ എന്നാണ് അർത്ഥം കേട്ടോ. സംവർ ഇൻ ദി ഗാർഡനിൽ എവിടെയോ ഉണ്ട് എന്ന് കരുതിയിട്ട് രാജയെ ഗ്രാൻഡ് മദർ എന്ന് വിളിക്കുകയാണ്. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ, അപ്പം എന്താണ്, അവർക്ക് ഒരു മറുപടിയും കിട്ടുന്നില്ല, അല്ലേ രാജമുണ്ടെന്നില്ല. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ, അവർക്ക് ഉത്തരം കിട്ടുന്നില്ല. ദെൻ ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ആസ്ക്ഡ് ഹിം വേർ ഐ വാസ്. അങ്ങനെ അവർ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് പോയി. ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് ആസ്ക്ഡ് ഹിം, അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്ത്, വേർ ഐ വാസ്, ഞാൻ എവിടെയായിരുന്നു, എവിടേക്കാണ് പോയതെന്ന് ചോദിച്ചു. യു ലുക്ക് ഫോർ ഹിം ഇൻ ദി ഹൗസ്, നീ അവന് വേണ്ടി തിരഞ്ഞത് ഈ വീട്ടിലാണ്. ഗ്രാൻഡ് ഫാദർ സെഡ് ഹീസ് ഹൈഡിങ് സംവർ, അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു. ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞത്. ഹീസ് ഹൈഡിങ് എന്ന് പറഞ്ഞാൽ ഒളിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചില്ല, അല്ലേ തിരിക്കുക എന്നാണ് അർത്ഥം. എവരിവെയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കേട്ടോ. പിന്നെ അലൗഡ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലാണ്, അലൗഡ് ഉച്ചത്തിൽ. അതുപോലെ സംവേർ എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയോ എന്നാണ് അർത്ഥം. ഇനി ഗാർഡൻ, അതുപോലെ ഹൈഡിങ്, അല്ലേ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡിങ് എന്ന് പറഞ്ഞാൽ ഒളിക്കുക എന്നാണ് അർത്ഥം. ഹി ഈസ് നോട്ട് ഇൻ ദി ഹൗസ്, ഗ്രാൻഡ് മദർ സെഡ് ഐ ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ. അപ്പോൾ ഗ്രാൻഡ് മദർ പറയാണ് ഗ്രാൻഡ് ഫാദറിനോട് പറയണത്, ഹി ഈസ് നോട്ട് ഇൻ ദി ഹൗസ്, അവൻ വീട്ടിലില്ല. ഗ്രാൻഡ് മദർ പറഞ്ഞു ഐ ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ, ഞാൻ അവന് വേണ്ടി എല്ലായിടത്തും തിരഞ്ഞു നോക്കി, പക്ഷേ എനിക്ക് അവനെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് ഗ്രാൻഡ് ഫാദർ പറയാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അവസാനത്തെ ഭാഗമാണ് ഈ കഥയിലെ, ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള ഈ കഥയിലെ അവസാന ഭാഗമാണ് ദി ന്യൂസ് സ്പ്രെഡ്സ്, അല്ലേ ന്യൂസ് എന്ന് പറഞ്ഞാൽ വാർത്തയാണ്, വാർത്ത പരക്കുക, സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ പരക്കുക, വ്യാപിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്ത് വാർത്തയാണ് പറയുന്നത് നോക്കാം നമുക്ക്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഭാഗത്തിൻ്റെ ഈ ഹെഡിങ് എഴുതിയെടുത്തതിന് ശേഷം ഇതിലെ ഡിഫിക്കൽട്ട് വേർഡ്സ് എഴുതണം കേട്ടോ. ഞാൻ പറയുന്ന ഡിഫിക്കൽട്ട് വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഹെഡിങ് എഴുതിയതിന് ശേഷം മാത്രമാണ് എഴുതേണ്ടത്. നോക്കൂ. ദെൻ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ് ആൻഡ് കോൾഡ് aloud, "Come Raja, come, I won't beat you." But I did not answer him, for I thought that he would beat me. അങ്ങനെ എന്താ സംഭവിച്ചത്? ദെൻ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ്, അങ്ങനെ ഗ്രാൻഡ് ഫാദർ എണീറ്റ് നിന്നു. ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ്, എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. ആൻഡ് കോൾഡ് aloud, ഉച്ചത്തിൽ വിളിക്കുകയാണ്. കം രാജ, രാജ വരൂ. എന്താണ്? ഐ വോണ്ട് ബീറ്റ് യു, ഞാൻ നിന്നെ തല്ലൂല, ഞാൻ നിന്നെ അടിക്കൊന്നുമില്ല, നീ വാ. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം, പക്ഷേ ഞാൻ അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ തന്നെ നിന്നു, അല്ലെ കൗഷട്ടിലാണ് ഇപ്പോൾ രാജ ഉള്ളത്. ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ, എന്തുകൊണ്ടാണ് മറുപടി ഒന്നും കൊടുക്കാത്തത്? അദ്ദേഹം വെറുതെ പറയുകയാണെന്ന് കരുതി, കള്ളം പറയുകയാണെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ തല്ലൊക്കെ കിട്ടും. ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ, അദ്ദേഹം എന്നെ അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്, ഹി വോണ്ട് കം, യു ഡ്രോവ് ഹിം അവേ. I heard you say that you would beat him if he came home. Poor child, he is afraid of you and has run away. ഗ്രാൻഡ് മദർ പറയണം, ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി, അല്ലേ ഗ്രാൻഡ് മദറിന് അപ്പോൾ ദേഷ്യം വന്നു. ഗ്രാൻഡ് മദറിന് എന്തിനാണ് ദേഷ്യം വന്നത് നോക്കാം. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്, ഗ്രാൻഡ് മദറിന് ദേഷ്യത്തോടു കൂടി ഗ്രാൻഡ് മദർ പറയാണ്, ഹി വോണ്ട് കം, അവൻ വരില്ല. യു ഡ്രോവ് ഹിം അവേ, നിങ്ങളാണ് അവനെ ആട്ടിപ്പായിച്ചത്, അല്ലേ നിങ്ങൾ കാരണമാണ്, നിങ്ങൾ അവനെ ആട്ടിപ്പായിച്ചു, ഇനി അവൻ വരില്ല. ഐ ഹിയർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം. ഞാൻ കേട്ടു, ഞാൻ കേട്ടു. യു സേ ദാറ്റ്, നിങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം, അവനെ നിങ്ങൾ അടിക്കുമെന്ന് പറയുന്നതായിട്ട് കേട്ടു. ഇഫ് ഹി കെയിം ഹോം, അവൻ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവനെ നിങ്ങൾ അടിക്കുമെന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. പുവർ ചൈൽഡ്, പാവം കുട്ടി. ഹീ ഈസ് അഫ്രൈഡ് ഓഫ് യു, അവന് നിങ്ങളെ പേടിയാണ്. ആൻഡ് ഹാസ് റൺ എവേ. ഇനി ഇതിലേതാണ് ഡിഫിക്കൽട്ട് വേർഡ്സ്? അലൗഡ്, അല്ലേ അലൗഡ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ നിന്നാണ് അർത്ഥം കേട്ടോ. ബീറ്റ് എന്ന് പറഞ്ഞാൽ അടിക്കുക,
പിന്നെ അത്രയാണ് അതിലുള്ളത്. ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ് കേട്ടോ. ദേഷ്യം പിടിക്കുന്നതിനാണ് ആംഗ്രി എന്ന് പറയാം. യു ഡ്രോവ് ഹിം എവേ. ഡ്രോ എവേ എന്ന് പറഞ്ഞാൽ ആട്ടി പായിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ആട്ടി അകറ്റുക. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദി സെർവൻസ് ആൻഡ് ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ. They went out, but after a while returned to say that they could not find me. Grandmother started weeping. Grandfather started walking up and down the courtyard. നോക്കൂ എന്താ സംഭവിക്കുന്നത്. ഗ്രാൻഡ് ഫാദർ കോൾഡ് ദി സെർവൻസ് അല്ലേ. ഗ്രാൻഡ് ഫാദർ വേലക്കാരെ വിളിക്കുകയാണ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, അവരുടെ വേലക്കാരെ വിളിച്ചു. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ആസ്കൃതം അവരോട് ചോദിച്ചു എന്ത്, ടു ഗോ ഔട്ട് പുറത്തേക്ക് പോകാൻ അല്ലേ. ആൻഡ് ലുക്ക് ഫോർ മീ എനിക്ക് വേണ്ടി തിരയണം, അതായത് രാജയെ തിരഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് പറയണം. ദേ വെൻറ്റ് ഔട്ട് അവർ പുറത്തേക്ക് പോയി. ബട്ട് ആഫ്റ്റർ എ വൈൽ പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം എന്താണ്, റിട്ടേൺ അവർ തിരിച്ചെത്തി. എന്തിനാ തിരിച്ചെത്തിയത്, ടു സേ ദാറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ദാറ്റ് ദേ കുഡ് നോട്ട് ഫൈൻഡ് മീ അവർക്ക് എന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് അവർ വന്നു. അതായത് ഈ വേലക്കാരൊക്കെ തിരഞ്ഞിട്ടും ഗ്രാൻഡ് ഫാദർ രാജയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. ഗ്രാൻഡ് മദർ അപ്പോൾ കരയാൻ ആരംഭിച്ചു. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദി കോർട്ട്യാർഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ആരംഭിച്ചു. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദി കോർട്ട്യാർഡ്. മുറ്റത്തിലൂടെ താഴോട്ടും മേലോട്ടും നടക്കാൻ ഗ്രാൻഡ് ഫാദർ ആരംഭിച്ചു. ദി ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിംഗ് സ്പ്രെഡ്. അവർ നൈബേഴ്സ് കെയിം ഫസ്റ്റ്, ദെൻ അവർ റിലേറ്റീവ്സ് ആൻഡ് ദെൻ അതേഴ്സ് ഹു ഹാഡ് ഹിയർഡ് ദി ബാഡ് ന്യൂസ്. Many came to offer their sympathies to grandmother. The news that I was missing spread. അങ്ങനെ ഞാൻ മിസ്സിംഗ് ആണ്, എന്നെ കാണാനില്ല എന്നുള്ള വാർത്ത എന്ത് ചെയ്തു, ആകെ പരന്നു അല്ലേ, ആകെ വ്യാപിച്ചു. അതാണ് സ്പ്രെഡ് ആയത് കേട്ടോ. അവർ നൈബേഴ്സ് കെയിം ഫസ്റ്റ്. ആദ്യം ഞങ്ങൾ അയൽക്കാർ വന്നു അല്ലേ, നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അയൽക്കാർ. ദെൻ അവർ റിലേറ്റീവ്സ് പിന്നെ ഞങ്ങളെ ബന്ധുക്കൾ വന്നു. ആൻഡ് ദെൻ അതേഴ്സ് ഹു ഹാഡ് ഹിയർഡ് ദി ബാഡ് ന്യൂസ് പിന്നെ ഈ ബാഡ് ന്യൂസ് കേട്ട എല്ലാവരും വന്നു. മെനി കെയിം ടു ഓഫർ ദെയർ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. കുറേ ആൾക്കാർ വന്നത് എന്തിനാണ്, അവരുടെ സിമ്പതീസ് അല്ലേ, ഗ്രാൻഡ് മദറിന് അനുകമ്പ നൽകാൻ, ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നു. ഓക്കെ, ഇവിടെ ഗ്രാൻഡ് ഫാദർ കോൾഡ് ദി സെർവൻസ് അല്ലേ. ഗ്രാൻഡ് ഫാദർ ആരെയാണ് വിളിച്ചത്, സെർവൻസ് വേലക്കാർ എന്നാണ് സെർവൻസ് കേട്ടോ. ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു, ദം എന്ന് പറഞ്ഞാൽ അവരോടാണ്, അവരെ എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. പിന്നെന്താണ്, ആഫ്റ്റർ എ വൈൽ അല്ലേ, അല്പസമയത്തിന് ശേഷം. ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, എ വൈൽ എന്ന് പറഞ്ഞാൽ ഒരു വേളക്ക് ശേഷം, അതായത് കുറച്ച് സമയത്തിന് ശേഷം. റിട്ടേൺ എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു എന്നാണ് അർത്ഥം കേട്ടോ. കുഡ് നോട്ട് ഫൈൻഡ് മീ അല്ലേ, ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് കുഡ് നോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് അല്ലേ, വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കരയുക എന്നാണ് അർത്ഥം കേട്ടോ. ഇനി കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം. ഓക്കെ, ഇനി അടുത്തത് ദി ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിങ് സ്പ്രെഡ് അല്ലേ. ഈ സ്പ്രെഡ് നമ്മൾ ഇതിൻ്റെ തലക്കെട്ടിൽ പഠിച്ചു, വ്യാപിച്ചു എന്നാണ് അർത്ഥം, പരന്നു. ഇനി അവർ നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അയൽക്കാർ അല്ലേ, നൈബേഴ്സ് അയൽക്കാരാണ് കേട്ടോ. കെയിം ഫസ്റ്റ്, ദെൻ അവർ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എന്നാണ് അർത്ഥം കേട്ടോ. റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബന്ധുക്കളാണ്, ബന്ധുക്കൾ. സിമ്പതീസ് എന്ന് പറഞ്ഞാൽ അനുകമ്പ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളും അതുപോലെ ഈ പാഠഭാഗത്തിലെ മറ്റു ആക്ടിവിറ്റീസും ഒക്കെ ഡിസ്കസ് ചെയ്യാം.